ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വന്നേക്കാം കേട്ടോ. എങ്ങനെ പോകാനൊന്നുമില്ല, നമ്മളങ്ങനെ വീട്ടിൽ ഒരുങ്ങുക എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ഒരുങ്ങുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ്, എല്ലാവരും എടുത്ത് കാണുമ്പോഴുള്ളൊരു ഇതുകൊണ്ട് നമുക്കത് എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വലിയ ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചോദിക്കരുത്, ഇതാണ് ചേച്ചി ഗെറ്റ് റെഡി വിത്ത് മീ, നിങ്ങൾ കണ്ടിട്ടുള്ളത് കുറേ ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉള്ളതായിരിക്കും. നമ്മളങ്ങനെ യൂസൊന്നും ചെയ്യുന്നില്ല, ക്രീമും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഓരോരുത്തർ പറയുമ്പോൾ മേടിച്ച് വെക്കും, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മളെ സ്കിന്നിന് പറ്റുന്നില്ല, ക്രീമും കാര്യങ്ങളൊന്നും നമ്മുടെ സ്കിന്നിന് പറ്റില്ല. അപ്പോൾ തന്നെ നമ്മളങ്ങനെ ഒന്നും ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീക്ക് പോയാലോ. അപ്പം നമ്മൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ചെറിയൊരു കൺമഷി, അങ്ങനെ ചെറിയൊരു കണ്ണെഴുതാൻ വേണ്ടിയിട്ടുള്ള കൺമഷിയായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആകെ എങ്ങനെയും പോവുകയാണെങ്കിൽ ആകെ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കും, വേറെ ഒന്നും നമ്മളങ്ങനെ ചെയ്തില്ല കേട്ടോ. പിന്നെ എക്സ്ട്രാ ഒരു കല്യാണങ്ങൾക്കാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുക. ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നാലാളെ നമ്മൾ മുഖത്ത് ഇങ്ങനെ നോക്കും. അപ്പം നമ്മൾ പയ്യെ ഇങ്ങനെ കുറച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊന്നും വലിയ നോട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇട്ട് നടക്കാൻ ഇഷ്ടമില്ല എന്നല്ല, ഇട്ട് കഴിഞ്ഞ് ചേരണ്ടെന്ന്. ചേരാത്ത സാധനം നമ്മൾ വാരി ഇട്ടുകൊണ്ട് നടന്നിട്ട് പിന്നെ കോലം കിട്ടിയ പോലെ നടക്കണ്ടല്ലോ. അപ്പം നമ്മളങ്ങനെ ഇടാത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പൊട്ട് കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പക്ഷെ നമുക്ക് കിട്ടിയില്ല. നമ്മൾ കൺവെൻഷൻ കൊണ്ട് ചെറിയൊരു പൊട്ട് നമ്മളൊരു ഇതുകൊണ്ട് കുത്തിയിട്ടാണ്. ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ചന്ദനം കൂടി വരിക്കുക. ഇത്രയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, കല്യാണങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരു ഇച്ചിരി കൂടുതൽ ഒരു എക്സ്ട്രാ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുള്ളൂ കേട്ടോ. പിന്നെ വേറെ ഒന്നും ഇടില്ല. പിന്നെ നമ്മളിടും ഇടുന്നല്ല, പിന്നെ നമ്മൾ ചെയ്യും. കണ്ണ് മുകളിലൊന്ന് എഴുതി കൊടുക്കും, പിന്നെ താഴെ നമ്മൾ കൺമഷി എഴുതും. അത്രമാത്രം നമ്മൾ ചെയ്തു കേട്ടോ. മുടി നമ്മൾ ആദ്യം നമ്മൾ എന്താ പറയുക, ചെരിച്ച് വാച്ചിനും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. ഇപ്പം നമ്മൾ പിന്നെ ചരിക്കാനും മുകളിൽ ഒന്നിനും മുകളിൽ നേരെ തന്നെ ഇടാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പം നേരെ വാച്ചിടുന്നതാണ് ഇഷ്ടം. അപ്പം തന്നെ നമ്മൾ ചെരിച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കണില്ല. ലാസ്റ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്കിൽ ഒരു കുളിമടച്ചിട്ട് അത് മടങ്ങി കൊടുക്കും. സ്കൂൾ കോളേജുകളിൽ പോണ സമയത്താണെങ്കിൽ നമ്മൾ ഒത്തിരി ഹെയർ സ്റ്റൈലുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിരിച്ച് കെട്ടുക, പിന്നെ എന്നിട്ട് മടഞ്ഞ് കെട്ടുക, അങ്ങനെ കുറേയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ വലിയ താല്പര്യമില്ല മെടയാനും നമ്മൾ ആ നേരത്തെ നമ്മൾ ചെയ്യുന്നു. പിന്നെ നമ്മളൊക്കെ എല്ലാവരും ചെയ്യണം പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ 2 തുത്ത് നമ്മളിങ്ങനെ വാരിയിടും. ഭംഗിയായിട്ടൊന്നല്ല, എന്നാലും നമ്മൾ കിടക്കട്ടെ അതൊരു ഭംഗിക്ക്. അപ്പം എന്താ ചേച്ചി നമ്മൾ നൈറ്റിയിൽ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന് ചോദിച്ചു. അവിടെ നൈറ്റി ഇട്ടുകൂടെ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ നമ്മുടെ വീട്ടിൽ നമ്മൾ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും നിൽക്കുക. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ നിൽക്കും. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. ചെറിയൊരു ചാനലാണ്, നമ്മൾ ഇന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സാധനങ്ങൾ പൊതുവെ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ഒരുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീമും കാര്യങ്ങളൊക്കെ തേച്ചിട്ടായിരിക്കും ഒരുക്കുന്നത്. പിന്നെ നമ്മൾ പിരിക എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നേരത്ത് നമ്മളൊന്ന് എഴുതി കൊടുക്കും. പിരിക ഉണ്ടെങ്കിൽ പോലും കാലിന് ഇതില്ല, എന്താ പറയുക, കറുപ്പ് കുറവാണ്. അപ്പം നമ്മൾ ഒരു ഭംഗിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞു പിള്ളേരെ മേക്കപ്പെട്ട പോലെ ഇരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കും. അപ്പം ഇച്ചിരി മണിക്കൊക്കെ കിട്ടാറുണ്ട്. ചില സമയങ്ങളിൽ കിട്ടും, ചില സമയങ്ങളിൽ കിട്ടില്ല. അപ്പം നമ്മളത് മൊത്തം മാറ്റണം. അപ്പം നമ്മൾ പിന്നെ അതിന് വലിയ മുതിരില്ല. അപ്പം നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം കേട്ടോ.